ചലച്ചിത്രത്തിൽ നിന്നും മഹാനടൻ ജഗന്നാഥൻ സദേൺ ഹൈലാൻഡ്സിലേക്ക്. ഇതാണ് ഈ നാടകത്തിന്റെ സാരാംശം. ഇവിടെ ഉണ്ടായിരുന്നവർ സർ ഇപ്പൊ കാണുന്നില്ല. എവിടെ പോയെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ആകെ പ്രോബ്ലം ആണോ? ആ കള്ളപ്പന്നി എബിമതി ചതിച്ചു. അവരിപ്പോ വാക്കുമാറ്റി പറയുന്നു. ജെയിംസ്, എത്രയും പെട്ടെന്ന് സിറ്റി മുഴുവൻ അരിച്ചു പറിക്കോ. എനിക്ക് ജഗനെ വേണം. ജഗനില്ലാതെ ഒരു സ്റ്റെപ്പ് എനിക്ക് മുമ്പോട്ട് വയ്ക്കാനാവില്ല. നന്ദുമ്മ. ഓ ജഗൻ, നീ എവിടുന്നാ? ഇന്ന് രാത്രി എന്നെ ജീവനോടെ കണ്ടില്ലെങ്കിൽ നീ ഉറങ്ങില്ല എന്നാണ്. എടാ നീ എവിടുന്നാ? ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. എടാ ഞാനേ നമ്മുടെ ഡെൻമാർക്കൻ എറിക് ജോർഡില്ലേ, ആ വയലിസ്റ്റ് വട്ടൻ, അവനിന്ന് മണാലിയിൽ നിന്ന് വന്ന് ചാടി ഒരു കെട്ട് നല്ല അമരൻ ചലസമായിട്ട്. ഞാൻ അങ്ങോട്ട് വെച്ച് പിടിക്കുക. ഞാനൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ഞങ്ങൾ ചെറിയൊരു ഡിസ്കഷൻ. എടാ നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഞാൻ ആകെ തീ പിടിച്ച അവസ്ഥയില. അതിന് ചരസ ബെസ്റ്റ്. കൂടെ വേണമെങ്കിൽ റമ്മും കോളെ ഒരു പിൻബലത്തിന്. എടാ പൊന്നൻ എബി എനിക്ക് പണി തന്നു. എല്ലാം അറിയുന്നവൻ ഞാൻ. ശംഭോ മഹാദേവ. എടാ നീ ഇറങ്ങണം. നീ ഇറങ്ങിയാലേ വല്ലതൊക്കെ നടക്കും. നല്ല ഒരു രാത്രിയിൽ വന്ന് വീണ മാരണം. എണ്ണം വെച്ചോ. 4ാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബ്സ് വീഴും മുമ്പ് ഞാൻ എത്തിയിരിക്കും. ഒരുപാട് ഐസ് ക്യൂബ്സ് അങ്ങനെ വീണുകൊണ്ടേയിരുന്നു. അവസാനം സദേൺ ഹൈലാൻഡ്സിലെ മലയാളികളുടെ രക്ഷകനായിട്ട് അവതാരപ്പിറവിയുടെ ആൾ രൂപം നമ്മുടെ സ്വന്തം ജഗന്നാഥൻ നമ്മുടെ വേദിയിലേക്ക്. കിടന്ന് മതിയടാ, എന്നിട്ട് പോ. ആ മൈക്ക് എന്നെ തന്നിട്ട് പോ. ഒരു സിനിമാക്കാരന് പകരം 20 സിനിമാക്കാരനെ ഈ ജഗൻ ഈ വേദിയിലെത്തിക്കും. ഇനി ഞാൻ നോക്കിക്കോളാം. മാന്യ സദസ്സിന് നമസ്കാരം. ഇന്ന് നമ്മുടെ സദേൺ ഹൈലാൻഡ്സിന്റെ ഓണപരിപാടികൾക്ക് ചാരുതയേകുവാൻ വേണ്ടി നിങ്ങളെയൊക്കെ ഹരം പിടിപ്പിക്കുവാൻ വേണ്ടി ഞാനിവിടെ എത്തിച്ചിരിക്കുന്നു. നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നായകൻ, നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ, പ്രിയപ്പെട്ട മോഹൻലാലും അദ്ദേഹത്തിന്റെ കൂടെ ഇഴുകിച്ചേർന്ന യുവാക്കളെ ഹരം പിടിച്ച സിൽക്ക് സ്മിതയും കൂടെ ഈ വേദിയെ പുളക്കിതമാക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു. വാ വരൂ, അർമാദിക്കൂ. അർബുദത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന നിങ്ങളുടെ എല്ലാം മുൻപിലേക്ക് എത്താൻ ഞാൻ തരുന്നു. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ കത്തുന്ന ജ്വലിക്കുന്ന താരം ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാനൊരു ക്ലൂ തരാം. മലയാളത്തിൽ കേരളത്തിൽ സ്വന്തമായിട്ട് സ്വർണ്ണ നിറത്തിലുള്ള റോൾസ് റോയ്സ് ഉള്ള ഒരേ ഒരു വ്യക്തി. കോൺകർ ദ വേൾഡ് വിത്ത് ലവ്. നമ്മുടെ സ്വന്തം ബോബി ചെമ്മണ്ണൂർ.
കോച്ചയെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. രാജമന്ത്രി രാജമഞ്ജരി എന്നെ പേര് നാടെങ്ങും ചൊല്ലും കൺമണിയേ കലാകാരി ഫാമിലിയാകെ ചെലവിയാടി ചേട്ടാ ഫ്രഷാണോ പഴംപൊരി? എന്താ ചേട്ടന്റെ പഴംപൊരി ഇങ്ങനെ വളർന്നിരിക്കുന്നത്? ഈ വേദിയിൽ ഇതിനു മുമ്പ് നൃത്ത ചുവടുകൾ അവതരിപ്പിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. നിങ്ങളുടെ നൃത്തം മികവ് കൂട്ടുവാൻ വേണ്ടി അടുത്ത കരയിൽ നിന്നും നമ്മുടെ സ്വന്തം ദിലീപ് ഫ്രം ചാർട്ടുകൊട്ട് ഇവിടെ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം രാധാകൃഷ്ണനായി. ഈശ്വര, ഇതെന്താ തടാകോ? കണ്ടില്ല. ഓ, അക്കിലി ചവിട്ടിപ്പല്ലേ. പ്രിയ സഖി വല തെറ്റുമ്പോ മീൻ ചടിപ്പാൻ തൊള്ളയിടണേ. ഓടി തന്റെ അപ്പനാ. മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്താ അത്ര പ്രയാസം? എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ പറ്റുന്നുണ്ട്. മുകളിലേക്ക് മാങ്ങ പറയും, താഴേക്ക് ചെളികുത്ത്. മാങ്ങ പറയും, ചെളികുത്ത്. മാങ്ങ പറിച്ചിട്ടേ ചെളികുത്താവും. ചെളി മാത്രം കുത്തിക്കൊണ്ടിരിക്കരുത്. മാങ്ങ പറിക്കുമ്പോൾ അതിന്റെ കെട്ടിയം വരും. എല്ലാവരും തിരിച്ചു മതി. ഇനി അടുത്ത സ്റ്റെപ്പ് മാങ്ങ പറയും, ചെളികുത്ത്. പിന്നെ കടലിലെ വല വീശ്. പിന്നെ മത്തി വിൽപ്പന. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയ് വിടുന്നത് വളരെ നല്ലതാണ്. അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. എന്തിനും ഏതിനും ഈ ജഗൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ 3 പേരെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ ഞെട്ടിയില്ലേ? ഇനി നിങ്ങൾക്ക് മുമ്പിൽ ഈ ജഗൻ ധൈര്യപൂർവ്വം ഇറക്കുന്നു നമ്മുടെ സ്വന്തം ഹാരിശ്രീ അശോകൻ. ഹാരിശ്രീ അശോകൻ ചേട്ടൻ്റെ പ്രിയപ്പെട്ട ചിത്രങ്ങളിലൊന്നായ പഞ്ചാബി ഹൗസ് എന്ന ചിത്രത്തിലെ രമണൻ എന്ന കഥാപാത്രം ഇതാ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ ഇവിടെ ഇറങ്ങുന്നു. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണം. അതുകൊണ്ട് എനിക്ക് ഇത്തിരി അറിയാനും പാടില്ല. അതാണ് കാണാൻ വന്നപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. അലക്കാൻ പറ്റണേ ചോറ്. ഇതും ഹിന്ദിയാണ്. എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ചോർ ചോർ ചോർ. ആ ചോർ. तू चोर है? Yes, I am चोर, no कन्नी. अच्छा, अचार है अचार. चोर, कोई ना है. चोर, चोर तो दूर है उधर से. चोर, ओ, ये चोर है, चोर चोर है. നമ്മുടെ ഈ ചടങ്ങിൻ്റെ മാറ്റുകൂട്ടുവാൻ വേണ്ടി ഇനി ഈ സദസ്സിലേക്ക് കടന്നു വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം മാമുക്കോയ. ഒരു നാടിനെ മുഴുവൻ വിറപ്പിച്ച കീലേരി അച്ചു എന്ന കഥാപാത്രമായി നമ്മുടെ സ്വന്തം മാമുക്കോയ ഈ ചടങ്ങിലേക്ക് ഇതാ എത്തുന്നു. അതേടാ കീലേരി തന്നെ. ഞാൻ തിരിച്ചു വല്ലാന്ന് വിചാരിച്ചു. എല്ലാത്തിനെയും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. ഇനി റെസ്റ്റ് കൊടുക്കില്ല. നേരത്തെ കുത്തും ഞാൻ. മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഇപ്പോഴേ നിങ്ങൾക്ക് ആളെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അതെ, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് എന്ന പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി ഞാനിതാ നിങ്ങളുടെ മുമ്പിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം ഇന്നസെന്റ് ചേട്ടനെ. കമോൺ മിസ്റ്റർ പോഞ്ഞിക്കര. കേശവനോട് പോയി. ആര്? പോഞ്ഞിക്കര? അയാളാണ് നിനക്ക് നടന്നോട്ടെ. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യുന്നത് പറയാൻ പറ്റില്ല. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾക്കാ
ജനകോടികൾ നമ്മെ താപായി മാറ്റിയ ജന്മഗൃഹമല്ലോ. പൂരകത്തോ നമ്മുടെ സാറിനോട് കാണിക്കാനുണ്ട് എന്താ പണ്ടാവില്ല എന്താ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൊണ്ടുവരുന്നത് എത്തിപ്പോയി. ഇതാ ഇനി ഞാനിവിടെ ഇറക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഷാജി പാപ്പ ഫ്രം ആട്. നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞേ ഒരു പിടിക്ക് 2 പക്ഷി. ഷാജി പാപ്പാനായ ജയസൂര്യയുടെ ഓസ്ട്രേലിയയിലെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മുടെ സ്വന്തം അറക്കൽ അബുസാർ, അതായത് സൈജു കുരുപ്പും ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കൈയിറക്കം കട്ട ചോരയാ മുഖത്ത് വെച്ചത്. അത്രയ്ക്കും വരലൊരു ആണ്. തല്ലുകൊള്ളികളെയും റൗഡികളെയൊക്കെ കണ്ട് നിങ്ങൾ പേടിച്ചിരിക്കാൻ തോന്നുന്നു. എന്നാൽ ഇവിടെ ചെന്ന് ലൈറ്റാക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം ജഗദീഷ് ചേട്ടൻ ഫ്രം ഇൻ ഹരിഹർ റാപ്പർ. ആദ്യം ഞാൻ നേരെ ചെല്ലും. അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിട്ട് അറിയാതെ പറ്റിയ പോലെ സോറി എന്ന് പറയും. ഓക്കെ. എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി സേതുമാധവന്റെ മുത്തച്ഛനല്ലേ എന്ന ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു. ഇവൻ പോയാ വീഴും, ഞാൻ വീഴ്ത്തും. എന്റെ അമ്മയെ നാട്ടിച്ചു. ഇന്നെന്താണ് ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെയൊക്കെ അവര് തട്ടണമെന്നോ ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് പണ്ടൊരിക്കലും അങ്ങ് ധാരാവിയിൽ നിന്ന് കൊച്ചിയിലേക്ക് മണവാളന്റെ ഒപ്പം ടാക്സി ഓടിച്ചെത്തിയ നമ്മുടെ സ്വന്തം ധർമ്മേന്ദ്രൻ ഇന്ന് കടലുകൾ താണ്ടി നമ്മളെ കാണുവാൻ വേണ്ടി ഈ സദസ്സിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ സ്വന്തം കൊച്ചിൻ ഹരീഫ ചേട്ടനെ ഈ വേദിയിലേക്ക് നാം ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നീ ധാരാവി കേട്ടിട്ടുണ്ടോ? ഞാൻ ധർമ്മേന്ദ്രല്ല നിന്നോട് ആരാണ് പറഞ്ഞത്? മണവാളിന്റെ അച്ഛനാ. മണവാളിന് ഇത്രയും ഭംഗിയുള്ള തന്തയുണ്ടെന്ന് എനിക്കറിയില്ല. കണ്ടാ പറയില്ല, ഒരു മാച്ചുമില്ല. ഒരെണ്ണം പിടിപ്പിക്കണം. പിടിച്ചതൊക്കെ മതി. മണവാളിനെ കാണാം. ആ തണ്ടാച്ചി ആരുടെ പുറകിൽ പോയത്? റിമി ടോമിയുടെ ഗാനമേള വന്നപ്പോൾ നീയൊക്കെ ഇവിടെ ഭയങ്കര അലമ്പായിരുന്നു ഞാൻ കേട്ടു. ആ പരിപാടിയൊന്നും എൻ്റെ അടുത്ത് നടക്കുന്നില്ല. എൻ്റെ സപ്പോർട്ടിന് ഞാൻ അങ്ങ് നാട്ടിൽ നിന്ന് ഒരു പ്രൊഫഷണൽ കില്ലറിനെ തന്നെയാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. അമ്പും വില്ലും മെഷീൻ ഗണ്ണും തോക്കും ഗുണ്ടും ബോംബും എല്ലാം കൊണ്ട് നമ്മുടെ പ്രൊഫഷണൽ കില്ലർ മിസ്റ്റർ പവനായി, അതായത് ക്യാപ്റ്റൻ രാജു ഈ സ്റ്റേജിൽ നമ്മോടൊപ്പം.
മിസ്റ്റർ പവനായി, വെരി നൈസ് ടു മീറ്റ് യു. താങ്ക് യു. ഞാൻ താങ്കളെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. മുതിരാജ ചെട്ടിയാർ താങ്കളുടെ സുഹൃത്താണല്ലേ? സുഹൃത്ത് മാത്രമല്ല, പല ബിസിനസ്സിലും അദ്ദേഹമായിരുന്നു എന്റെ ഉപദേശാതി. ഇതൊക്കെ വളരെ മാരകമായ ആയുധങ്ങളാണ്. ബബേഴ്സിന്റെ അൾട്രാ മോഡേൺ മെഷീൻ ഗൺ മുതൽ നമ്മുടെ നാടൻ മലപ്പുറം കത്തി വരെ ഇതിലുണ്ട്. ദാസ, ഏതാ ഈ അലവലാതി? ലുക്ക് മാൻ, ഐ ആം നോട്ട് എൻ അലവലാതി. ഐ ആം പവനായി, എ റിയൽ പ്രൊഫഷണൽ കില്ലർ. അടുത്തതായി കേരള സർക്കാരിന്റെ മാനം കാക്കുവാൻ വേണ്ടി ഓസ്ട്രേലിയയിലെ ന്യൂകാസിലെ കൊപ്രാക്കളത്തിൽ കിരീടം തപ്പിപ്പോയ നമ്മുടെ CID വിജയൻ, അതായത് നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ, നമ്മുടെ സ്റ്റേജിൽ നമ്മോടൊപ്പം ഇതാണ്. ഒത്തിരി ദൂരം പോണോ? അടുത്ത കൊപ്രക്കളത്തില് കൂലിപ്പണിക്ക് പോവായിരിക്കും അല്ലയോ? അല്ല, ആ അതെ അതെ. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന് കഷ്ടകാലമാ. കണ്ണിച്ചോരില്ലാത്തവന്മാരാ പണിയെടുത്ത് ചേട്ടന്റെ നട്ടല് റബ്ബറാകും. ആരെ സൈക്കിളിൽ വിടുകയാണ് നീ? അല്ല, പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്, എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. എന്റെ നാടെവിടെ? ആയിക്കോട്ടാ. വണ്ടി ഞാൻ അതിലേക്ക് വന്നിട്ടുണ്ട്. ഓ, ചേട്ടന്റെ നാടെവിടാ? ഉണ്ടക്കേട്ടോ. എന്റെ അച്ഛൻ പണ്ടവിടെ ചായക്കട നടത്തിയിട്ടുണ്ട്. സൈക്കിൾ വിടണോ? അടുത്ത ആർട്ടിസ്റ്റ് ഈ വേദിയിലെത്തുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ദയവായി കുഞ്ഞിക്കുട്ടികളെ അവരുടെ മാതാപിതാക്കൾ മാറോട് ചേർത്തണയ്ക്കുക. കുട്ടികൾക്ക് പേടി വരുന്നുണ്ടെങ്കിൽ കണ്ണുകൾ അടയ്ക്കുക, ചെവികൾ പൊത്തുക. ഇനി വരാൻ പോകുന്നത് മായാജാലത്തിന്റെ വശ്യതയും വന്യതയും കൊണ്ട് മലയാളി മനസ്സിനെ മരവിപ്പിച്ച ദിഗംബരൻ അനന്തഭദ്രം എന്ന ചലച്ചിത്രത്തിൽ മനോജ് KJ ഇതാ നിങ്ങൾക്ക് മുന്നിൽ. നിന്റെ കാഴ്ച ഞാൻ എടുത്തിട്ടും കളറിച്ചൂടും അഭ്യാസങ്ങളും പിഴയ്ക്കാത്ത കളറിക്കൽ ചമ്പ, എന്താണ് നിനക്ക് വേണ്ടത്? ഞാൻ വെറും ഒരു ബ്രഹ്മചാരി. നിന്നെ പോലെ അഭ്യാസങ്ങളും ആ മുറകളും ഒന്നും എനിക്കറിയില്ല. എന്റെ കയ്യിൽ ആയുധങ്ങളുമില്ല. എന്നെ വെറുതെ വിട്ടുടേ. നിങ്ങൾക്ക് ശബ്ദം കേട്ടപ്പോ തന്നെ ആളെ മനസ്സിലായി. നമ്മുടെ സ്വന്തം ലാൽ ഇതാ തെങ്കാശി പട്ടണത്തിൽ നിന്നും ലാൽ നമ്മുടെ വേദിയിലേക്ക്. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട കാണികളെ, ഇനി നിങ്ങളെല്ലാവരും അല്പം ആത്മസംയമനം പാലിക്കേണ്ടതാണ്. നിങ്ങളെല്ലാവരും ആകാംക്ഷപൂർവവും അക്ഷമയമായിട്ട് കാത്തു നിൽക്കുന്ന നിങ്ങളുടെ എല്ലാം സ്വന്തം ചിന്നൂരാജൻ ഇതാ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. കുട്ടികളുടെയും മുതിർന്നവരുടെയും വൃദ്ധന്മാരുടെയും എല്ലാം സ്വകാര്യ അഹങ്കാരവും ഹരവുമായ ചിന്നൂരാജനെ ഈ വേദിയിലേക്ക് ഹാർദവമായ സ്വാഗതം. Dale, pues,
വേണ്ടി സാധിച്ചു. ഇനി അടുത്ത ചടങ്ങായ തിരി തെളിച്ച് നമുക്ക് ഉദ്ഘാടനം നടത്തിയേക്കാം. ഓക്കെ.